അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ജനങ്ങളെ, നമ്മൾ വന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂരിൻ്റെ ഇസ്ലാമിക പാരമ്പര്യം എന്ന വിഷയത്തെ ആസ്വാദനാർത്ഥം സംസാരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലമായ മസ്ജിദ് ഇർഷാദ്, അതുപോലെ തന്നെ ആ പള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥാപനമായ ഇർഷാദുൽ മുസ്ലിം അറബി കോളേജിലാണ്. ബാക്കിയുള്ള വിവരങ്ങൾ നമുക്ക് ആദ്യം കൂടി സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഇനി എന്താണ് ഈ സ്ഥാപനം അഥവാ ഈ പള്ളിയെ പറ്റി? വേറെ ഒന്നുമല്ല, നബി തങ്ങളുടെ കാലത്ത് തന്നെ മാലിക് ഇബ്നു ദീനാറും തൻ്റെ മക്കളും അതുപോലെ തന്നെ ഭാര്യമാരും അതുപോലെ തന്നെ സഹപാഠി സുഹൃത്തുക്കളുമായ ഒരു കൂട്ടം പ്രവാചകർ എന്തായി ഇന്ത്യയിലേക്ക് ഇന്ത്യ ആസ്ഥാനമാക്കി അവർ പായക്കപ്പലിൽ പോയി. അങ്ങനെ പോയ സമയത്ത് അവർ എത്തിച്ചേർന്നത് ഇന്ത്യയുടെ ആദ്യത്തെ തുറമുഖമായ അഴീക്കോടിലാണ്. അങ്ങനെ ഇവർ വന്ന് എത്തിച്ചേർന്ന് ഇവിടുത്തെ ആൾക്കാരെയെല്ലാം കണ്ടു. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്നത് ഹിന്ദുക്കളായിരുന്നു. ഈ അഴീക്കോട് പ്രദേശത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ആ സമയത്തൊന്നും ഈ പള്ളി പണിതിട്ടില്ല. അങ്ങനെ ഇവർ വന്നപ്പോൾ ഇവരുടെ സംസാരങ്ങളും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളും എല്ലാം കേട്ട് ഈ പ്രദേശത്തുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച് അങ്ങനെ പയ്യെ ആ ഇസ്ലാം പ്രവചനം ഇവിടുത്തെ എല്ലാ ആൾക്കാരുമായിട്ട് ആ പൊന്നാനി ഭാഗത്തേക്ക് അതുപോലെ തന്നെ കേരളം ആ പാടെ അങ്ങനെ പടരാൻ തുടങ്ങി. അങ്ങനെ സൗത്ത് ഇന്ത്യ അഥവാ ദക്ഷിണ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്ത് നമ്മുടെ ഇസ്ലാം പ്രവചനം നല്ലോണമായി. അങ്ങനെ ഈ ഇസ്ലാം പ്രവചനം എല്ലാം കഴിഞ്ഞപ്പോൾ ആളുകൾ ആലോചിച്ച്, നമുക്ക് സ്മാരണമായിട്ട് ഒരു മസ്ജിദില്ല, ഒരു പള്ളിയില്ല. അങ്ങനെ CM അബ്ദുള്ള മൗലവി സ്ഥാപിച്ചതാണ് ഈ ഇർഷാദുൽ മുസ്ലിമീൻ അറബി കോളേജ് എന്ന ഈ സ്ഥാപനവും ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ പള്ളിയും. അപ്പോൾ അങ്ങനെ ആ സമയത്തും ദാരിദ്ര്യം എന്നും ഒരു തണലായതുപോലെ തന്നെ അഴീക്കോട് പ്രവാസികൾക്ക് അത് നേരിടേണ്ടി വന്നു. ഒരുപാട് ദാരിദ്ര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ആൾക്കാർ പറയും, ഒരു നേരം ഭക്ഷണം കിട്ടണമെങ്കിൽ ഇർഷാദിലേക്ക് പൊക്കോളാൻ ഒരുപാട് ആൾക്കാരുകൾ പറയുന്നു. യത്തീമായ മക്കൾ ഒരുപാടുണ്ടായ സ്ഥലമാണ് അഴീക്കോട്. അങ്ങനെ യത്തീം ഖാനയായി പ്രവർത്തിച്ചു തുടങ്ങിയ അറബി കോളേജ് ഇന്ന് ഒരു അറബി കോളേജായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഇവിടെയുള്ള 100% 50% പേരും അല്ലെങ്കിൽ 75% പേരും എന്താണ് യത്തീമല്ലാത്ത വാപ്പയും ഉമ്മയും കുടുംബക്കാരുമുള്ള പിള്ളേരാണ് ഇവിടെയുള്ള ഏറ്റവും കൂടുതൽ പിള്ളേർ. അതുപോലെ തന്നെ പണ്ട് കാലത്ത് ഈ അഴീക്കോട് പ്രദേശത്തിലുള്ള ഓരോ വീട്ടുകളിലും അരി ഇടുമ്പോൾ അവർ സ്വന്തം കുറച്ച് അരി എടുത്ത് ബാക്കി ഒരു ഡപ്പ അരി അവർ മാറ്റിവെക്കും. അങ്ങനെ ഒരു മഹലിന് മുഴുവനും അരികൾ അങ്ങനെ മാറ്റിവെച്ച് അവസാനം ഇതിനെ മേൽവിലാസം ഏൽപ്പിക്കപ്പെട്ട ആൾക്കാരെന്ത് ചെയ്യും, അവിടെ പോയിട്ട് ആ അരി എല്ലാം ശേഖരിച്ച് ഇവിടെ വന്ന് കഞ്ഞി വെക്കുമായിരുന്നു. പക്ഷേ ഇന്ന് അള്ളാഹുവിൻ്റെ ഒരു ഏറ്റവും വലിയ തൗഫീക്കിൽ ഈ സ്ഥാപനം ഡെവലപ്പ് ചെയ്തു വന്നു. ഇന്നിപ്പോൾ അരിയായിട്ടും അതുപോലെ തന്നെ മറ്റു ഫലവമായ ഭക്ഷണമായിട്ടും ഇവിടെ വരുന്നു. ഇനി അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചേരമാൻ പെരുമാൾ സ്ഥാപിച്ച ചേരമാൻ പള്ളിയിലേക്കാണ്. ഇനി നമുക്ക് നേരെ ചേരമാൻ പള്ളിയിലേക്ക് പോകും. ഇന്ത്യയിലെ ആദ്യത്തെ മസ്ജിദാണ് ചേരമാൻ പള്ളി. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി ജുമാ നിസ്കാരവും ആരംഭിച്ച പള്ളിയാണ് ഈ ചേരമാൻ പള്ളി. ക്രിസ്തുവർഷം 629 ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 1947 ഓഗസ്റ്റ് 15 APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം ആദ്യം സന്ദർശിച്ച ഇസ്ലാം പള്ളിയാണ് ചേരമാൻ മസ്ജിദ്. ബാക്കിയെല്ലാം നമുക്കിനി അകത്തേക്ക് പോയി സംസാരിക്കാം. ഇപ്പോൾ കാല് കഴുകിയിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിക്കാം. പള്ളിയെപ്പറ്റി പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്കുള്ളിൽ ചെന്നതിന് അത്ഭുതങ്ങൾ കുറേ പറയാനുണ്ട്. അപ്പോൾ ഈ നേരെ കാണുന്നതാണ് പള്ളിയിലെ ഏറ്റവും പ്രസിദ്ധമായ നിലവിളക്ക്. ഇതിൽ അറബിയിലും മലയാളത്തിലുമായിട്ട് രചനകൾ എഴുതിയിട്ടുണ്ട്. പണ്ട് സ്വഹാബാക്കൾ തന്നെയാണ് ഈ നിലവിളക്കിൽ അത് എഴുതിയിരിക്കുന്നത്. ഇന്നും ഏറ്റവും കൂടുതൽ ഈ പള്ളിയെ പ്രസിദ്ധമാക്കുന്നത് ഈ നിലവിളക്കും അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ബോർഡുമാണ് ഏറ്റവും കൂടുതൽ പ്രസിദ്ധമാക്കുന്നത്. ഇതിൽ കുറേ രീതിയിലുള്ള അറബിയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർക്ക് അറിയാത്തൊരു പ്രശ്നമാണ്, ആരാണ് ഈ ചേരമാൻ പെരുമാൾ, അതുപോലെ തന്നെ ആരാണ് ചേരമാൻ പെരുമാൾ, മാലിക് ബിൻ ദീനാർ, അവർ തമ്മിലുള്ള ബന്ധം, ഇതൊന്നും അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. ആൾക്കാർ വരും, ഖബർ
ഇത് സിയാറത്ത് ചെയ്യും പോകും. ഇതിനെപ്പറ്റി ഒരു 2 വാക്കിന് സംസാരിക്കാം. ചേരമാൻ പെരുമാൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചേര, ചോള, പാണ്ഡ്യ എന്നീ ഈ 3 രാജവംശങ്ങൾ പണ്ട് കാലത്ത് നിലനിന്നിരുന്നു. ആ രാജവംശങ്ങളിൽ ചേര രാജവംശത്തിൻ്റെ 2ാമത്തെ ഭരണാധികാരിയായ രാജാവായിരുന്നു ചേര രാജാവായിരുന്നു. 2ാമത്തെ ചേര രാജാവായിരുന്നു. അങ്ങനെ ഇദ്ദേഹം ഇസ്ലാമിനെ പറ്റി അറിഞ്ഞ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോയി. അവിടെ എത്തി റസൂലുള്ളാഹിനെ കണ്ടു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ താജുദ്ദീൻ എന്ന പേരിൽ അദ്ദേഹം മുസ്ലിമായി തിരിച്ചു വരുന്ന വഴിയിൽ ഒമാനിലെ സിറിയ സലാലയിൽ വെച്ച് അദ്ദേഹം വഫാത്താവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ദക്ഷിണേന്ത്യയിലെ കുറേ സ്ഥാനത്ത് കഴിവിനാൽ അദ്ദേഹം 1ാം സ്ഥാനത്ത് നിന്നിരുന്നു. അതുപോലെ തന്നെ ചേരക്കാരുടെ പരിപുരാണം എന്ന പുസ്തകത്തിൽ നിന്നാണ് ഇന്നും ചേരമാൻ പെരുമാളിനെ പറ്റി ആളുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നായകന്മാരുടെ വാഴപ്പിള്ളി മഹാക്ഷേത്രം, ചങ്ങനാശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന വാഴപ്പിള്ളി മഹാക്ഷേത്രവും ഇദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നതാണ്. വാഴപ്പിള്ളി ശാസ്ത്രം എന്ന ആ ഒരു ശാസ്ത്രത്തിൽ നിന്ന് ഇദ്ദേഹം ധാരാളം പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഇതൊന്നുമല്ല ചേരമാൻ പെരുമാളിനെ പറ്റി പറയാനുള്ളത്. ഇനി ചേരമാൻ പെരുമാളിനെയും മാലിക് ബിൻ ദീനാറും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് നാം സംസാരിക്കാൻ പോകുന്ന വിഷയം ചേരമാൻ പെരുമാളും അതുപോലെ തന്നെ മാലിക് ബിൻ ദീനാർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ പറ്റിയാണ്. വേറെ ഒന്നുമല്ല, വാങ്മൂല പാരമ്പര്യം നമുക്ക് വ്യത്യാസപ്പെടുത്തി തരുന്നത് ചേരമാൻ പെരുമാൾ താൻ മക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് താൻ മരിക്കുമെന്ന് അദ്ദേഹത്തിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് മക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരുപാട് കത്തുകൾ എഴുതി വെച്ചു. ആ കത്തുകൾ എന്ത് ചെയ്ത് താൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഇദ്ദേഹം കൊടുത്തു. ആ സുഹൃത്തുക്കളിൽപ്പെട്ട ഒരാളാണ് മഹാനായ മാലിക് ഇബ്ൻ ദീനാർ റളിയല്ലാഹു അൻഹു. അങ്ങനെ അദ്ദേഹം ആ കത്തുകളെല്ലാം കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒമാനിലെ സലാലയിൽ വെച്ച് ചേരമാൻ പെരുമാൾ വഫാത്താവുകയും ചെയ്തു. അങ്ങനെ ഈ മാലിക് ബിൻ ദീനാർ കേരളത്തിലേക്ക് ഈ കത്തുമായി വന്നിട്ട് ചേരമാൻ പെരുമാളിൻ്റെ എല്ലാ ബന്ധുക്കൾക്കും ഈ കത്ത് കൊടുത്തു. അതിനുശേഷം ബന്ധുക്കളെല്ലാം ആ കത്തിൽ പറഞ്ഞു, ഈ കത്തുമായി വരുന്നവനെ നിങ്ങൾ തള്ളിക്കളയരുത്, അവനെ നിങ്ങൾ സ്വീകരിച്ച് ഈ കേരളത്തിൽ പള്ളി പണിയാനുള്ള എല്ലാ പരമായ സൗകര്യങ്ങളും സ്ഥലങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മാലിക് ഇബ്നു ദീനാർ ചേരമാൻ പെരുമാളിൻ്റെ വാക്ക് പ്രകാരം ആദ്യം പണിത മസ്ജിദാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ചേരമാൻ ജുമാ മസ്ജിദ്. ഇന്നും കൊടുങ്ങല്ലൂരിൻ്റെയും ഈ തൃശ്ശൂർ ജില്ലയുടെയും അഭിമാനമായി കൊണ്ടിരിക്കുന്ന ഒറ്റ ഒരു ജുമാ മസ്ജിദാണ് ചേരമാൻ ജുമാ മസ്ജിദ്.